കേരള രാഷ്ട്രീയത്തിൽ വരുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായോ അതുമല്ലെങ്കിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പായോ ഒരു ധ്രുവീകരണം, രാഷ്ട്രീയ ധ്രുവീകരണം, പൊളിറ്റിക്കൽ പോളറൈസേഷൻ അത് സംഭവിച്ചാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇന്നലെ വരെ അകറ്റി നിർത്തിയിരുന്ന ചില മുസ്ലിം സംഘടനകളെ ഐക്യം കൽപ്പിച്ച് നിർത്തിയിരുന്ന, അത് കോൺഗ്രസ് ആയാലും ശരി, CPIM ആയാലും ശരി, അത്തരം സംഘടനകളെ ആ ഐക്യത്തിൽ നിന്നും അവർക്ക് വിശുദ്ധി നൽകി കൂടെ നിർത്തുന്നതിനുള്ള, കൂടെ അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇരു മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയായ PDP കുറെ കാലമായി ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ ഇന്നലെ വരെ തങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നും നേരെ വിരുദ്ധമായി, ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് രാഷ്ട്രീയ നിലപാടുകൾ ഓരോ രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ മുന്നണികളും കൈക്കൊള്ളുന്നത്. അതിൽ ഇടത് വലത് വ്യത്യാസമില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സംഘടനയെ, അതായത് മുസ്ലിം ലീഗിനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസ് അടക്കം അകറ്റി നിർത്തിയിരുന്നപ്പോൾ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് ശ്രീ ജവഹർലാൽ നെഹ്റു ആക്ഷേപിച്ച കാലഘട്ടം തൊട്ട് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക്, രാഷ്ട്രീയ മുന്നണിയിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 1967 തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായിട്ട് ചില ധാരണ വരുത്തിക്കൊണ്ട് അവരെ കൂടെ കക്ഷി ചേർത്തുകൊണ്ട് 1967 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റുന്നത്. അതൊരു പുതിയ, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാൽവയ്പായിരുന്നു. തങ്ങൾ ഇന്നലെ വരെ വർഗീയ പാർട്ടി എന്ന് അധിക്ഷേപിച്ചിരുന്ന, വർഗീയ പാർട്ടി എന്ന നിലയിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു സമുദായ സംഘടനയെ, മുസ്ലിം ലീഗിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ കൂട്ടിയപ്പോൾ അത് കോൺഗ്രസിന് അവരെ അടിക്കാൻ കിട്ടിയ ഒരു വടി സംഭാവന ചെയ്തതിന് തുല്യമായിരുന്നു. എന്നാൽ ആ മുന്നണി ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗിന് ചില രാഷ്ട്രീയ നിറം കൊടുത്ത സാഹചര്യമുണ്ടായി. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് അത് CPIM-CPIM മാറിയപ്പോൾ 1965 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് വർഗ സ്വഭാവം മറന്നുകൊണ്ട്, വർഗീയ സ്വഭാവത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അന്ന് പല മണ്ഡലങ്ങളിലും, ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും എന്ന് വേണമെങ്കിൽ പറയാം, മുസ്ലിം ലീഗുമായി CPIM ചില രഹസ്യ ധാരണകൾ നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് 65 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI-യേക്കാൾ കൂടുതൽ വോട്ടുകൾ CPIM കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ആ നിയമസഭ കൂടാൻ കഴിയാത്തതുകൊണ്ട്, അതായത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയും ആ നിയമസഭ കൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും വളരെ കഷ്ടപ്പെട്ട് ജയിച്ച
നിയമസഭാ സാമാജികർക്ക് സത്യപ്രതിജ്ഞ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം 1965 കേരളത്തിലുണ്ടായി. ഇന്നത്തെ പലതരത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് അതൊന്നും ഒരു പക്ഷേ അറിവുണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ അവിടുന്ന് തുടങ്ങിയതാണ് ഈ വർഗീയ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന സംഘടനകളെ പുതിയ മുഖം, പുതിയ ഉടുപ്പ് തപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് ഇടിവിച്ചുകൊണ്ട് തങ്ങളുടെ മുന്നണിയിലേക്ക് ചേർത്തത്. പിന്നെ ഇങ്ങോട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുവർണകാലമായിരുന്നു. ഇന്നലെ വരെ അവരെ വിളിപ്പാടകരെ നിർത്തിയിരുന്നവർ അവരെ പൂമാലയിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. അവർക്ക് ക്ഷണനങ്ങൾ പാർട്ടി പല കാര്യങ്ങളിലും രാഷ്ട്രീയ വേദികളിലും അവർക്ക് മുന്തിയ പരിഗണന ലഭിച്ചു. അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ 67 EMS മന്ത്രിസഭ രാജിവെച്ചപ്പോൾ CPI-യുടെ നേതാവായിരുന്ന C. അച്യുത മേനോനെ, അദ്ദേഹം ഇന്ന് രാജ്യസഭാ അംഗമായിരുന്നു, CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു. അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മുഖ്യമന്ത്രിയാക്കി ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. ആ മന്ത്രിസഭയിൽ നിർണായകമായ വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൊടുക്കാൻ നിർബന്ധിതമായി CPI. അങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും മുസ്ലിം ലീഗിന് കിട്ടുന്നത്. CH മുഹമ്മദ് കോയ 2 വകുപ്പിന്റെയും മന്ത്രിയായി മാറുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 1977 കേന്ദ്രത്തിൽ പുതിയ സർക്കാർ, ജനതാ സർക്കാർ വരുന്നതുവരെ അച്യുതമേനോൻ സർക്കാർ ഏകദേശം 7 വർഷക്കാലം നിയമസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ആ മന്ത്രിസഭ തുടർന്നു അടിയന്തരാവസ്ഥയുടെ തണലിൽ. അങ്ങനെ ഭരണത്തിന്റെ ശീതളച്ചായയിൽ രമിച്ചിരുന്നവർ വീണ്ടും കേരളത്തിൽ അവർക്ക് മഹാഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും ഇന്ത്യയിൽ ആകമാനം അവർ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയാണ് മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും കോൺഗ്രസേതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഇന്ദിരാഗാന്ധി ജയിലിലായി. ജയിലിൽ കിടന്ന അടിയന്തരാവസ്ഥയിൽ ജയിലിൽ അടച്ചിരുന്ന പലരും പുറത്തു വന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ കാലഘട്ടം. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് മുന്നണി തന്നെയാണ് അധികാരം ജയിച്ചത്. 18 എണ്ണത്തിൽ കോൺഗ്രസും 1 RSPയും 2 ലോക്സഭാ സീറ്റിലും മുസ്ലിം ലീഗും. അങ്ങനെ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി കരസ്ഥമാക്കി. ഇടതുപക്ഷ മുന്നണിക്ക് CPM-ന് കിട്ടിയതാവട്ടെ കേരളത്തിൽ വട്ടപൂജ്യം. ആകെ ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണിക്ക്, അതായത് CPIM-ന് കിട്ടിയത് വെറും 17 സീറ്റ് വീതം. തിരുവിതാംകൂറിൽ ആകെ ലഭിച്ച സീറ്റ് വാമനപുരം നിയമമണ്ഡലത്തിലെ സീറ്റ് മാത്രമാണ്. അങ്ങനെയായിരുന്നു 77-ലെ തെരഞ്ഞെടുപ്പ്. എന്നാൽ രാജൻ കേസിന്റെ വിധി മുഖ്യമന്ത്രിക്ക് 30 ദിവസം തികയുന്നതിന് മുമ്പ് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം. തുടർന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായത്, AK ആന്റണി രാജിവെക്കേണ്ടി വന്ന സാഹചര്യം. തുടർന്ന് CPI-യുടെ നേതാവ് PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായത്. ഇതൊക്കെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഹാസ്യാത്മകമായ സംഭവങ്ങളാണ്. അപ്പൊ ഇത്രയും പറയാനുണ്ടായ കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ഈ സമുദായ സംഘടനകളെ കൂടെ നിർത്തുന്ന കാര്യത്തിൽ ഇരു മുന്നണികളും പലപ്പോഴായി പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർ മത്സരിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ CPI-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. വർഗീയ
തീവ്രവാദ പാർട്ടി എന്ന് മുദ്രകുത്തിയിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ധാരണയിലെത്തിക്കൊണ്ടിരിക്കുന്നു. PDP നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ധാരണയിലാണ്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ വർഗീയ മുഖമുദ്ര അണിഞ്ഞെന്ന് പ്രചരിപ്പിച്ചിരുന്ന ചില രാഷ്ട്രീയ കക്ഷികൾ അവർ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ വർഗീയ പിന്തിരിപ്പൻ ശക്തികളും മറ്റൊരു മുന്നണിയിൽ വരുമ്പോൾ പുരോഗമന ശക്തികളും ആണെന്ന് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആണെന്നുള്ള കുപ്പായം തുന്നിക്കൊടുക്കുന്ന ഒരു പ്രവണത കേരള രാഷ്ട്രീയത്തിലുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ കോൺഗ്രസ് അടുപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുസ്ലിം ലീഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തുടർന്നില്ല. ആ ഒരു സംശയം കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളതുകൊണ്ടാണ് അവർ പകരം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ നിർത്തുന്നത്. അതുകൊണ്ടാണ് വരുന്ന പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടന്നാൽ, പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടന്നാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.